എല്ലാ പ്രിയ കൂട്ടുകാർക്കും വോയേജ് എയർ കണ്ടീഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കസ്റ്റമർ AC വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കാസറ്റ് AC ആണ്. അതിൽ കാണുന്നത് E6 എന്ന് പറഞ്ഞ ഇറർ കോഡാണ് കാണുന്നത്. E6 ഇറർ കോഡ് പൊതുവേ കമ്മ്യൂണിക്കേഷൻ പോകാത്തത്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കേബിൾ ബ്രേക്ക് ആയതോ അതല്ലെങ്കിൽ PC ബോർഡിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ ചെല്ലാത്തതോ അങ്ങനെ എന്തെങ്കിലും കാരണത്താലായിരിക്കാം. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്തപ്പോഴേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. കമ്മ്യൂണിക്കേഷൻ കേബിൾ ഇവിടെ ബ്രേക്കായി പോയിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായി. എന്നാലും നമ്മളതൊന്നുകൂടെ റീചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്ലാമീറ്റർ മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ടെക്നീഷ്യനോട് പറഞ്ഞു. അങ്ങനെ നമ്മൾ ടെക്നീഷ്യൻ ഇപ്പം AC പാനലൊക്കെ അടിച്ചിട്ട് ഓഡിയോ കേബിൾ മൂടി കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂറ്റി നമ്മൾ ഇൻഡോറിലും ഔട്ട്ഡോറിലും വയർ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇപ്പം ഞാനത് കാണിച്ചു തരാം. ഇപ്പം മുകളിലൊരു ടെക്നീഷ്യൻ ചെന്നിട്ടുണ്ട്. അവിടെയാണ് ആ 1-2 വയർ, അതായത് കൺട്രോൾ കേബിളിൻ്റെ വയർ പോകുന്നത്. ആ വയറാണ് ബ്രേക്കായി പോയിരിക്കുന്നത്. അപ്പം ആ വയർ അഴിച്ചപ്പോൾ ഒരെണ്ണം ചെറിയ 0.5 mm ഒരു 2 കോർ കേബിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മുകളിൽ അത് രണ്ടുകൂടെ ചേർത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ട് താഴെ നമ്മൾ കണ്ടിന്യൂറ്റി നോക്കിയപ്പോൾ കണ്ടിന്യൂറ്റി വരുന്നില്ല, രണ്ടുകൂടെ ലൂപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ. അപ്പോൾ ഉറപ്പാണ്, കൺഫേമാണ് ഈ വയർ ബ്രേക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഈ AC വർക്കാകാത്തതെന്ന്. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൈപ്പ് വന്നേക്കുന്നത് വാളിനകത്തൂടെ ജിപ്സത്തിനകത്തൂടെയൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ വയർ വലിക്കാനുള്ളത് അത്ര പോസിബിലിറ്റി ആയിട്ടുള്ള കാര്യമല്ല. അതേ ആ ഭാഗത്താണ് പൈപ്പ് പോയിരിക്കുന്നത്, നേരെ അവിടെ നിന്ന് മുകളിലോട്ട്. അപ്പോൾ ഇത്രയുണ്ട്. അപ്പോൾ ആ ഭാഗത്തെ ജിപ്സം നമ്മൾ കട്ട് ചെയ്യണം, വാള് ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് ഏകദേശം ഒരു 7 മീറ്ററോളം, ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ്, പെൻ്റ് ഹൗസ് ആ ഭാഗത്തായിട്ടാണ് AC ഇരിക്കുന്നത്. അപ്പോൾ 7 മീറ്റർ 8 മീറ്ററോളം വാളിനകത്തൂടെ വയറുണ്ട്. അപ്പം പുതിയ വയർ വലിക്കുക എന്നുള്ളത് ഇച്ചിരി ടാസ്ക്കായ ഒരു കാര്യമാണ്. എന്നാലും വലിക്കാതെ പറ്റത്തില്ല, കാരണം നമ്മൾ തോറ്റ് പിന്മാറുന്ന ചരിത്രം നമുക്കില്ലല്ലോ. നമ്മൾക്ക് നിനക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറൊരാളെ കൊണ്ടും അത് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് മാത്രമേ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയത്തുള്ളൂ. അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമ്മളത് ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് എങ്ങനെയാണ് കണ്ടിന്യൂറ്റി ചെയ്യേണ്ടത്. കണ്ടില്ലേ, കണ്ടിന്യൂറ്റിയിലോട്ട് നമ്മുടെ മീറ്റർ ഇടുക, ബീപ്പ് സൗണ്ട് കാര്യങ്ങളൊക്കെ ഓണാക്കി വെക്കുക. എന്നിട്ട് മുകളിലത്തെ ടെക്നീഷ്യനായിട്ട് അവിടെ കോൾ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മുകളിലത്തെ ടെക്നീഷ്യനായിട്ട് കണ്ടിന്യൂ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല, ബീപ്പ് സൗണ്ട് കാണുന്നില്ല. ഇപ്പോൾ ഇത് ഞാൻ വീണ്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒന്നും കൂടെ ക്ലോസിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ലാമീറ്റർ വെച്ചിട്ടാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ബായോ, നമുക്ക് ആ വീഡിയോകളൊക്കെ നല്ല രീതിയിൽ കാണാം. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് എവിടെയാണോ ആവശ്യമുള്ളത്, ആ ജിപ്സം കട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അവിടെ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ജിപ്സം പതുക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിവതും നമുക്ക് ചാണലൊന്നും വരാത്തടത്ത് വെച്ച് നമ്മൾ ജിപ്സം കട്ട് ചെയ്യുവാണെങ്കിൽ അത് പിന്നെ റിപ്പയർ ചെയ്യാനും ജിപ്സം തിരിച്ച് വെക്കാനൊക്കെ എളുപ്പമാണ്. കാരണം പിന്നീട് ക്രാക്ക് ആകുമോ അങ്ങനെ കാര്യങ്ങളല്ല, ജിപ്സം താഴോട്ട് തൂങ്ങുമോ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ പണിയും കൂടെ നമ്മൾ നശിപ്പിക്കാതെ നമ്മുടെ പണിയും കൂടെ ചെയ്യുന്നതായിരിക്കണം നമ്മൾ ഏത് സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മളൊരിക്കലും മറ്റൊരാളെ കണ്ടില്ല എന്ന് നടിക്കരുത്. അങ്ങനെ നമ്മുടെ ടെക്നീഷ്യൻ പതുക്കെ തന്നെ അതെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ വയർ വലിക്കുന്ന കാര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം പുള്ളർ കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കി, പറ്റിയില്ല. പിന്നെ നമ്മുടെ കോട്ടറിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പ് മുകളിൽ താഴോട്ടിറക്കിയിട്ടാണ് നമ്മൾ വയർ വലിച്ചത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ താഴെ വീണ്ടും നമ്മൾ ഇൻഡോറിലും ആ വയർ അതേപോലെ തന്നെ കണക്ട് ചെയ്യുന്നു. ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 1-2 അങ്ങനെയാണ് 2 കൺട്രോൾ കേബിളാണ് വേണ്ടത്. 2 കൺട്രോൾ കേബിൾ നമ്മൾ വലിച്ചിട്ട് നമ്മളത് ഇൻഡോറിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഇൻഡോറിലെ കണക്ഷനൊക്കെ ഏകദേശം കഴിഞ്ഞു. അതേസമയം തന്നെ ടെക്നീഷ്യൻ ഔട്ട്ഡോറിലും അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഡോറിൽ നിന്നിട്ട് പാനൽ കാര്യങ്ങളെല്ലാം നമ്മൾ വീണ്ടും തിരിച്ചതിനിടുവാണ്. നമുക്ക് കൺഫേമാണ് ഈ ഒരു കംപ്ലയിൻറ്റ് മാത്രമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്, മറ്റ് കംപ്ലയിൻറ്റുകളൊന്നും ഇതിനകത്തില്ല. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു AC കാണുമ്പോൾ തന്നെ അത് എന്തായിരിക്കും കംപ്ലയിൻറ്റ് വരുന്നതെന്ന് നമ്മളത് മനസ്സിലാക്കണം. അത് എക്സ്പീരിയൻസ് ആണ്. അപ്പം വേറൊരു കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. ഇനി പാനൽ കാര്യങ്ങളൊക്കെ തിരിച്ച് നമ്മൾ എത്ര സ്ക്രൂ നമ്മൾ അഴിക്കുന്നോ അതേ സ്ക്രൂ തന്നെ തിരിച്ചിടണം. പലയിടത്തും ഞാൻ പോയി കണ്ടിട്ടുണ്ട്, പല സ്ക്രൂകളും പല ടെക്നീഷ്യന്മാരും നോക്കുമ്പോഴും മിസ്സിങ് ആണ്. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല കേട്ടോ. ഒരു 5 മിനിറ്റത്തെ പണി അല്ലെങ്കിൽ 10 മിനിറ്റത്തെ പണിയും കൂടെ നമ്മൾ കൂടുവന്നേ ഉള്ളൂ. എല്ലാം തിരിച്ച് അതേപോലെ പ്രോപ്പറായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലും നമ്മൾ ഒരു പ്രൊഫഷണൽ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇൻഡോറിൽ കണക്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ മറ്റു ടെക്നീഷ്യനിൽ നിന്ന് ഔട്ട്ഡോറിലെ ഭാഗത്തും ആ വയർ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതിപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കവറെല്ലാം ഇട്ടിട്ട് AC ഓണാക്കി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഗ്യാസ് റെഫ്രിജറൻറ്റ് ഓക്കെ ആണോ എന്ന് നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. കംപ്രസറിൻ്റെ പ്രവർത്തനം എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ പണി കഴിയും. അപ്പോൾ ഇത്രേ ഉള്ളൂ. E6 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലയിൻറ്റ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വയർ ബ്രേക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. നമ്മളിപ്പോൾ AC നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. റൺ ചെയ്യുമ്പോൾ അത് ഓക്കെയാണ്. E6 ഒക്കെ മാറിയിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ തന്നെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ റെഫ്രിജറൻറ്റ് കാര്യങ്ങൾ ഗേജ് വെച്ച് നമ്മൾ ഒരിക്കൽ കൂടെ ചെക്ക് ചെയ്യുകയാണ്. കറക്റ്റാണ്, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ പണിയെല്ലാം പൂർണ്ണമായി തന്നെ കഴിഞ്ഞിരിക്കുന്നു. AC നല്ല പെർഫെക്റ്റ് കണ്ടീഷനായിട്ട് റണ്ണായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. ഇതേപോലെ പല മെയിൻ്റനൻസ് വീഡിയോകളും ഇൻസ്റ്റലേഷൻ വീഡിയോകളും പല ടിപ്സും AC സംബന്ധമായ A to Z ടിപ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.